Good morning, everyone. Good morning. Can you hear me? Good morning. Good morning. Good morning. Okay. ഇന്നത്തെ നമ്മുടെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Can you see me? Just tell me. If it is possible, just tell me. If you are able to see me, just tell me. Thank you. Thank you. Thank you, everyone. Technical error എന്തോ ഉണ്ടോ? I don't know what's happening. Okay. Thank you so much. So I'm here, right here. Let's begin the session. നമ്മുടെ സെഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആരംഭിക്കാം. Hope everyone is having a good time. നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പുതിയൊരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ഈ ഒരു മെഡിറ്റേഷൻ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങളും നല്ല രീതിയിലേക്ക് അത് പ്രാക്ടീസ് ചെയ്ത് അച്ചീവ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് മാത്രം വിഷ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് ആരംഭിക്കാം. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ബിലീഫിനെ കുറിച്ചായിരുന്നു, അല്ലെ? ഓർമ്മയുണ്ടോ? പവർ ഓഫ് ബിലീഫ്. ആൻഡ് ടുഡേ നമുക്ക് സൂപ്പർ മെഡിറ്റേഷൻ ആണ് പറയുന്നത്. താങ്ക് യു റെഹാനത്ത് മാം, താങ്ക് യു സോ മച്ച്. ഐ എം റിയലി ഹാപ്പി. നിങ്ങളൊക്കെ നിങ്ങളുടെ ഒരു ഫ്യൂച്ചറൊക്കെ കണ്ടോ? നിങ്ങളുടെ ഒരു ഭാവിയൊക്കെ കണ്ടോ? ക്യാൻ യു ക്രിയേറ്റ്? നിങ്ങൾക്ക് കാണാൻ പറ്റിയോ? എല്ലാവരും വീഡിയോയിലൊന്നും വരും. പരമാവധി ആൾക്കാർ വീഡിയോയിലൊന്നും വരും. ബി ഹിയർ ഇൻ വീഡിയോ. ജസ്റ്റ് ബി ഹിയർ. ലൈക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ കാണാൻ പറ്റിയ ആൾക്കാരൊക്കെ എന്ന് വെച്ചാൽ ബ്രൈറ്റ് ആയിട്ട്, ക്ലിയർ ആയിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ ഹോം, ആ ഒരു ഭാവി വീട്, നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന വാഹനം, നിങ്ങൾ ജീവിക്കുന്ന രീതി, ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റിയെങ്കിൽ ജസ്റ്റ് കമന്റ് ഔട്ട്. ആൻഡ് വാട്ട് വാസ് ദ ഫീലിംഗ് യു ആർ ഗെറ്റിംഗ്? ഇത് ചെയ്തു കഴിഞ്ഞതിന് ശേഷമുള്ള നിങ്ങളുടെ ഫീലിംഗ് എന്താ? ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാവോ? ജസ്റ്റ് ടെൽ മീ. യെസ്, കാണാൻ പറ്റിയെന്ന് പറയുന്നു. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. വാട്ട് ഈസ് യുവർ ഫീലിംഗ്? നമ്മളത് ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള രീതിയിൽ മിനിമം നമ്മളത് ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഈസ് യുവർ ഫീലിംഗ്? എന്ത് ഫീലിംഗ് ആണ് നിങ്ങൾക്ക് ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ഫീലിംഗ് എന്താണ്? വാട്ട് ഈസ് യുവർ ഫീലിംഗ്? ജസ്റ്റ് ലെറ്റ് മീ നോ. കോൺഫിഡൻസ് ലെവൽ കൂടി. യെസ്, വെരി ഗുഡ്, സൂപ്പറാണ്. നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് ലെവൽ കൂടിയിട്ടുണ്ട്. വേറെ എന്താ ഉള്ളത്? വാട്ട് ഈസ് ഹാപ്പനിങ്? വാട്ട് എൽസ് ഈസ് ഹാപ്പനിങ്? എല്ലാം നേടുമെന്നൊരു പ്രതീക്ഷ വരുന്നുണ്ട്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റൺ ചെയ്യുന്നൊരു കാര്യം കുറെ കഴിയുമ്പം ഇതിൻ്റെ ഒരു മിറക്കിൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. അതിന് വേണ്ട കാര്യങ്ങൾ നടക്കും. ദാറ്റ് വിൽ ഹാപ്പൻ. മിറക്കിൾ വിൽ ഹാപ്പൻ. നിങ്ങളിപ്പോൾ ഏത് സാഹചര്യത്തിലായിക്കോട്ടെ, നിങ്ങൾ അന്ധമായി വിശ്വസിക്കുക. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? അന്ധമായി വിശ്വസിക്കുക. ബ്ലൈൻഡ് ബിലീഫ് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ട ആ ഒരു റൈറ്റ് ആയിട്ടുള്ള ഡ്രീമിലേക്ക് നിങ്ങൾ എത്തിച്ചേരും എന്നുള്ളൊരു വിശ്വാസം, ഒരു ബിലീഫ് നിങ്ങൾ എന്ത് ചെയ്യുക? അതിലേക്ക് കൊടുക്കുക. സോ വാട്ട് ഹാപ്പൻസ്? അത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? സംഭവിക്കും. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതുപോലെ കറക്റ്റായിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്ത് ചെയ്യും? സംഭവിക്കും. ആൻഡ് ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദാറ്റ്? എത്ര നല്ല ഭംഗിയുള്ള സ്വപ്നമാണത്, അല്ലേ? പക്ഷെ അതിലേക്ക് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മെഡിറ്റേഷൻ നമ്മൾ പറയുന്ന പ്രാക്ടീസ് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുന്നു. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. പല ആൾക്കാർ പല എക്സ്പീരിയൻസസ് ആണ് പറയുന്നത്. ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് വളരെ നല്ല, എപ്പോഴും പോസിറ്റീവാണ്, കോൺഫിഡൻസ് ലെവൽ കൂടി, എല്ലാം നേടുമെന്ന പ്രതീക്ഷ വന്നു. ലൈക്ക് മക്ക മൊബൈൽസ്, ഓക്കെ, അദ്ദേഹം പറയുന്നു എല്ലാം നേടുമെന്നല്ല. ഓക്കെ, വെരി ഗുഡ്. പിന്നെ വെരി ഗുഡ്, സൂപ്പർ മെഡിറ്റേഷൻ ആണ്. ബട്ട് കൺസിസ്റ്റൻസി കിട്ടുന്നില്ല. എല്ലാ പ്രാക്ടീസും അങ്ങനെയാണ്, എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? ഓക്കെ, ജസീല മാം വളരെ നല്ല ചോദ്യമാണ് ചോദിച്ചത്. കൺസിസ്റ്റൻസി കിട്ടുന്നില്ല. ഈ കൺസിസ്റ്റൻസി കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു കാര്യം എവിടുന്നാണ് വരുന്നത്? നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ട്രോമാസ് ഇനിയും ഹീൽ ചെയ്യാനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ് അവിടെ കിടക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ള ട്രോമാസ് എത്രത്തോളം ഡെപ്തിൽ നിങ്ങൾക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് ഇരിക്കണം. അപ്പം കൺസിസ്റ്റൻസി കിട്ടുന്നില്ലെങ്കിൽ, ട്രോമ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് കൺസിസ്റ്റൻസി കിട്ടില്ല, ദാറ്റ്സ് ഓക്കെ എന്ന് തന്നെ പറയാം. മനസ്സിലാവുണ്ടോ? ദാറ്റ്സ് ഓക്കെ. എന്നിട്ട് കാരണം ടൈം എടുക്കും. മാം ചെയ്തിട്ട്, പ്രോഗ്രാം ചെയ്തിട്ട്, എനിക്കറിയാം, IFT ചെയ്തിട്ടുണ്ട്, പ്രോഗ്രാം ചെയ്തിട്ട് കുറച്ചായേ ഉള്ളൂ. കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസും തുടർന്നിട്ടില്ല. അപ്പോൾ ആ പ്രാക്ടീസിൽ നമ്മൾ എന്താ വെച്ചാൽ തുടർച്ചയായിട്ട് ഹീലിങ്ങിലേക്ക്, ഡെപ്ത് ഹീലിങ്ങിലേക്ക് ഇറങ്ങാനുണ്ട്. കുറച്ച് മാസങ്ങൾ എന്തായാലും ഈ കൺസിസ്റ്റൻസി മിസ്സിങ് ഉണ്ടാകും.
ആൻഡ് ദാറ്റ്സ് ഓക്കെ. അല്ലാതെ നമ്മളൊരു പ്രോഗ്രാം ചെയ്ത് അതിന്റെ പിറ്റേ ദിവസം തന്നെ അതിന്റെ പ്രോബ്ലം നമുക്ക് ക്ലിയർ ചെയ്യാന്നുള്ളതല്ല. അത്രയും നമ്മൾക്ക് ഹീല് ചെയ്യാനുണ്ട്, നമ്മൾ അനുഭവിച്ചതുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പതിയെ പതിയെ റെഡി ആയിക്കോളും കേട്ടോ. ഇറ്റ്സ് ഓക്കെ എന്ന് പറയും കേട്ടോ. ജസീല മാം, ലൈക്കിനോ ഇറ്റ്സ് ഓക്കെ, പതിയെ പതിയെ റെഡി ആവും എന്നുള്ളൊരു സംഗതി തോട്ട് കൊടുക്കണം. നമ്മൾ തോട്ട് കൊടുത്താലേ റെഡിയായി വരുള്ളൂ. ഓക്കെ, നമ്മൾ തോട്ട് കൊടുത്താലേ അത് റെഡി ആയിട്ട് വരുള്ളൂ. നമ്മൾ തന്നെ കൊടുക്കണം നമുക്ക് നമ്മളുടെ ലൈഫിൽ നമ്മുടെ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് യെസ് എന്ന് കമന്റ് ചെയ്യും. ഞാനത് കൊടുക്കാം എന്നുള്ള കമന്റ് ചെയ്യും. മനസ്സിൽ അതിനെതിരെ എതിർപ്പുണ്ട്, സംഗതികളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഓക്കെ, യെസ്, പതിയെ പതിയെ റെഡിയായി വരും കേട്ടോ. ഇറ്റ് മേ ടേക്ക് ടൈം, കുറച്ച് ടൈം എടുത്തേക്കാം. ബട്ട് ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഓക്കെ. ബട്ട് യു വിൽ ഗെറ്റ് ഓൺ ദ ട്രാക്ക്. ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. ഇത് എനിക്ക് അങ്ങനെയായിരുന്നു. എനിക്ക് ഈസി ആയിരുന്നില്ല. എനിക്ക് നല്ല റിസൾട്ട് കിട്ടി തുടക്കത്തിൽ. പിന്നീട് എനിക്ക് ഇതിന്റെ ഫർദർ ലെവലിലുള്ള ഡീപ്പ് ഹീലിംഗിലേക്ക് പോകാൻ, അഡ്വാൻസ്ഡ് പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ട് ഡീപ്പ് ഹീലിംഗിലേക്ക് പോകാൻ നേരത്തെ വെച്ചാൽ എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നില്ല. ഈ പറഞ്ഞ പോലെ കൂട്ടുവായിടുന്ന പ്രശ്നം. ഞാനിത് ഹീലിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ കൂട്ടുവായിടുന്ന പ്രശ്നം വരും. മനസ്സിലാവുന്നുണ്ടോ? ഹീലിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ കൂട്ടുവായിടുന്ന പ്രശ്നം വരിക, മറ്റുള്ള ബുദ്ധിമുട്ടുകൾ വരിക, മറ്റുള്ള ചാലഞ്ചസ് വരിക. സോ ദോസ് കൈൻഡ് ഓഫ് തിങ്സ് ആർ ഹാപ്പനിങ് ടു മീ. പക്ഷെ പിന്നീട് എന്തായി, നമ്മളത് ചെയ്ത് അതിന്റെ ഒരു ട്രാക്കിലേക്ക് എത്തി. ദെൻ ആ ട്രാക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. വി ഹാവ് ടു കണ്ടിന്യൂസ്ലി ഡു ദിസ്. പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ലൈക്ക് വിത്ത് പ്രാക്ടീസ് നിങ്ങൾക്ക് റെഡി ആയിട്ട് വരും. കൺസിസ്റ്റൻസി ഇല്ല എന്ന് വിചാരിച്ച് വറീഡാവരുത്. പിന്നെ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നില്ല. നിങ്ങൾ പല്ല് തേക്കാൻ, ജസീല റഫീഖ് മാം, പല്ല് തേക്കാൻ നിങ്ങൾക്ക് മോട്ടിവേഷൻ വേണോ? മോട്ടിവേഷൻ വേണോ? ഒരു രണ്ടും മോട്ടിവേഷന്റെ ക്ലാസ് കിട്ടിയാലേ നിങ്ങൾക്ക് പല്ല് തേക്കുള്ളൂ അല്ലേ? കുളിക്കാൻ നിങ്ങൾക്ക് മോട്ടിവേഷൻ വേണോ? വേണ്ട. ഓക്കെ, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ വേണോ? വേണ്ട. പിന്നെ എന്തിനാണ് ഈ സംഗതിക്ക് മോട്ടിവേഷൻ? അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ പ്രോഗ്രാം ചെയ്യപ്പെട്ട ഒരു മൈൻഡ് ഉണ്ട്. നമ്മുടെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ട ഒരു മൈൻഡ് ഉണ്ട്. ആ മൈൻഡിൽ എന്താണ്? ആ പ്രോഗ്രാം ചെയ്യപ്പെട്ട മൈൻഡിൽ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി കയറിക്കൂടിയിട്ടുണ്ട്. അത് വേണ്ട. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഡോക്ടർ നിങ്ങളോട് മരുന്ന് കഴിക്കാൻ പറഞ്ഞു, മോട്ടിവേഷൻ ഉണ്ടോ നോക്കൂ നിങ്ങൾ. ഇല്ല. എന്നതുപോലെ തന്നെ ഈ ഒരു കാര്യം പ്രാക്ടീസ് നമ്മളങ്ങ് ചെയ്യുക. സിമ്പിളായിട്ട് എടുക്കുക. ഇതിപ്പോൾ സിമ്പിൾ കാര്യമില്ല. മെഡിറ്റേഷൻ പോലും പ്രയാസമുള്ള കാര്യമില്ലല്ലോ. ജസ്റ്റ് എന്ത് ചെയ്യുക, കുറച്ച് നേരം ഇരിക്കുക, ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ടാപ്പ്. പിന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുണ്ടോ സില മാം? യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം? യെസ്, ഡിലീറ്റ് ചെയ്യും. ബിക്കോസ് സോഷ്യൽ മീഡിയ ഇസ് നോട്ട് എ ഗുഡ് തിങ്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. എൻ്റെ ഫോൺ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ, എൻ്റെ ഫോണിൽ യൂട്യൂബും ഇല്ല, ഇൻസ്റ്റഗ്രാമും ഇല്ല. ഞാൻ ഉപയോഗിക്കുന്നില്ല. എക്സ് ഇല്ല. എക്സ് എന്ന് പറഞ്ഞാൽ പഴയ ട്വിറ്റർ ഇല്ല, ലിങ്ക്ഡിൻ ഇല്ല, യൂട്യൂബ് ഇല്ല, ഇൻസ്റ്റഗ്രാം ഇല്ല. ഞാൻ പിന്നെ വീഡിയോ ഇടുന്നുണ്ട്, ലാപ്ടോപ്പിൽ നിന്ന് ഇടാം. എൻ്റെ വേറെ ജോലിക്കാരൊക്കെയാണ് ചെയ്യുന്നത്. നമ്മുടെ അതിനായിട്ട് നിയമിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, നമ്മുടെ ടീം മെമ്പേഴ്സ്, അവർ ചെയ്യും. അല്ലെങ്കിൽ എനിക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് എന്ത് ചെയ്യും, വല്ല വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടെങ്കിൽ അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യും. എന്നിട്ട് ഞാൻ അത് അപ്പോൾ തന്നെ ഓഫ് ചെയ്ത് വയ്ക്കും. സോഷ്യൽ മീഡിയ മനുഷ്യന്മാരെ നശിപ്പിക്കുന്നു. നിങ്ങളുടെ കോൺസെൻട്രേഷൻ കപ്പാസിറ്റി, നിങ്ങളുടെ വർക്ക് എത്തിക് കപ്പാസിറ്റി, നമ്മൾ വിചാരിക്കാതെ ചെറിയൊരു കാര്യമാണ്. ഇറ്റ്സ് വെരി പവർഫുൾ. ഇറ്റ് ഈസ് എഫക്റ്റിംഗ് യു ലൈക്ക് എനിത്തിങ്. നിങ്ങളത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? സോ ഡിലീറ്റ് ചെയ്യും മാം.
ക്യാൻ യു ഡിലീറ്റ് ഇറ്റ്? ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? സത്യസന്ധമായിട്ട് മറുപടി പറയണം. യെസ്. അപ്പൊ അത് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, വേറെ ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഡിലീറ്റ് ഇറ്റ്. എല്ലാവരോടുമാണ് പറയാനുള്ളത്. അതിന്റെ ആവശ്യം നിങ്ങൾക്കില്ല. കാരണം നിങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. അത് മദ്യം കഴിക്കുന്നതിന് തുല്യമാണ്, സ്ഥിരമായിട്ട് പുകവലിക്കുന്നതിന് തുല്യമാണ്. ചെയിൻ സ്മോക്കറെ പോലെ, ചെയിൻ ഡ്രിങ്കറെ പോലെ, ചെയിൻ സോഷ്യൽ മീഡിയ സ്ക്രോളിങ്. എപ്പോഴോ ചാൻസ് കിട്ടി കാണാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. അതും ഒരു തുടർച്ചയില്ലാതാവുന്നു. നിങ്ങൾ കാണാതിരിക്കുക, അത് ഒന്നുമില്ല, അത് ഡിലീറ്റ് ചെയ്യുക. യു ഡിലീറ്റ് ഇറ്റ്. അത് ഡിലീറ്റ് കേട്ടോ. ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പൊ അത് ഡിലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നലുണ്ടാവും, ഓ അതിൽ കുറച്ച് രസങ്ങളൊക്കെ ഇല്ലേ, കുറച്ച് സംഗതികളൊക്കെ ഇല്ലേ. അതിനോടൊക്കെ നമുക്ക് എന്താ വെച്ചാൽ തഞ്ചേടത്തോട് കൂടിയിട്ട് നോ പറയാനുള്ള കപ്പാസിറ്റി വേണം. നമ്മുടെ ലൈഫിൽ നമുക്ക് വലിയ ചേഞ്ചസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും അത്തരത്തിലുള്ള ഒരു തഞ്ചേടം നമ്മൾ കാണിക്കണം. ഓക്കെ, ആ തന്നിടം കാണിക്കുക. എനിക്കൊരു ക്ലയന്റ് ഉണ്ടായിരുന്നു, ഇതുപോലെ അവര് ഇതുപോലെ കൺസിസ്റ്റൻസി പ്രശ്നവും സെൽഫ് ഡിസിപ്ലിൻ ഇല്ലായ്മയും പഠിക്കാനും വായിക്കാനൊന്നും ഫോക്കസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പം ഇവര് വരുന്ന സമയത്ത് അന്ന് ഓഫീസ് എൻ്റെ നാട്ടിലാണ്, കാവനൂരാണ്. അപ്പോൾ അന്നിങ്ങനെ ഒരു ഐ തിങ്ക് ഒരു വേനൽക്കാലം ആണ്. ആ സമയത്ത് അത്യാവശ്യം എന്താ പറയുക, ഞാൻ അവിടെ നിൽക്കുക. എനിക്കത് ഓർമ്മ വരുന്നതിൻ്റെ റീസൺ, അന്ന് അവിടെ ഓഫീസിൽ കറണ്ട് പോയിട്ടുണ്ട്. ചിന്തിക്കുകയോ എന്തോ ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ അവിടെ വെളിച്ചമൊന്നുമില്ല, പ്രോപ്പറായിട്ടുള്ള AC ഒന്നും വർക്ക് ചെയ്യുന്നില്ല. നന്നായിട്ട് വിയർത്ത് കുളിച്ചിരിക്കുക ഞാൻ. അപ്പോൾ ആ സമയത്താണ് ഒരു തലേദിവസം വിളിച്ച് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരു 12:30 കൂടിയിട്ട് ഈ പയ്യൻ വരുന്നത്. അങ്ങനെ പയ്യൻ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നു. അവിടെ ഫ്രണ്ട് ഓഫീസിൽ ഇരുന്നു. അപ്പോൾ ഇങ്ങനെ ഭയങ്കര വല്ലാണ്ട് അസ്വസ്ഥനാണ്. അപ്പം ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ലൈക്ക് നമ്മുടെ ഓഫീസിലുള്ള നമ്മുടെ ആളോട് പറഞ്ഞു, ഓക്കെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കാം. അങ്ങനെ ഞാനൊരു അരമണിക്കൂറിനിടയിൽ ഞാൻ വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി, ഒന്ന് ഫ്രഷായി തിരിച്ചു വന്നു. ഇവിടെ ഇരിക്കുന്ന സമയത്ത് പുള്ളിയെ വിളിച്ചു. പുള്ളി വന്നു, എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. പുള്ളി അസ്വസ്ഥനാണ്, ഭയങ്കരമായിട്ട് അസ്വസ്ഥനാണ്. എന്താണ് പുള്ളിക്ക് പറയേണ്ടതെന്ന് പോലും അറിയില്ല. അപ്പൊ സംഗതി ഞാനിങ്ങനെ ചോദിച്ചു, എന്താണ് പ്രശ്നം? പെട്ടെന്ന് പുള്ളി അങ്ങ് കരഞ്ഞു. അപ്പം ഞാൻ ഷോക്കായി. എന്നാലും പൊതുവെ ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഒരു യുവാവായിട്ടുള്ള ഒരു പുരുഷനായിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ കരഞ്ഞു എന്നുള്ളൊരു സംഗതി നോർമലി അങ്ങനെ സംഭവിക്കില്ല. ഇവർ പറഞ്ഞു പിന്നെ കുറച്ച് ഡെപ്തിലേക്ക് പോയതിനു ശേഷം. അപ്പം അങ്ങനെ ഇവൻ കരഞ്ഞു. ഞാനത് കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിന്നു. എന്താണ്, കുറച്ച് ടിഷ്യൂ ഒക്കെ കൊടുത്തു, കണ്ണൊക്കെ തുടച്ചിട്ട് അയാൾ പറഞ്ഞു, സാർ എൻ്റെ ലൈഫും കരിയറും കംപ്ലീറ്റ്ലി കൈവിട്ടു പോയിരിക്കുകയാണ്. സാമ്പത്തിക കടബാധ്യതകൾ വന്ന് നിറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയില്ല. ഞാൻ ആകെ പിടുത്തം വിട്ടിരിക്കുകയാണ്. അപ്പം ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ആ ഒരു ഇത് പ്രതീക്ഷിച്ചിട്ടാണല്ലോ ആൾ വരുന്നത്. അങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ ഏതൊരു കാര്യം പറയുമ്പോൾ അവർ പറയുന്ന പ്രോബ്ലം അല്ല, അതിന് താഴെ വേറൊരു പ്രോബ്ലം ഉണ്ടാവും. എന്താണ് ഈ റിയൽ കാരണം എന്നുള്ളത്. ഞാൻ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്, ആക്ച്വലി എന്താണ് സംഭവിച്ചത്? അപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ
ബാംഗ്ലൂരായിരുന്നു. അവിടെ വർഷങ്ങളായിട്ട് ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അവിടുന്ന് മോശം കൂട്ടുകെട്ടിൽ പെട്ടിട്ട് ഞാൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായി. അങ്ങനെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ശീലമുണ്ടായി. നോർമൽ സാധാരണ എന്താ പറയുക, ഞാൻ ചോദിച്ചു, ഞാൻ എന്ത് ഡ്രഗ്സ് ആണ് നിങ്ങൾ ഉപയോഗിച്ചത്, എന്താണെന്ന് ചോദിച്ചപ്പോൾ ആൾ പറയുന്നില്ല. ഞാൻ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, നിങ്ങൾക്ക് ഇതെന്നോട് പറയല്ല, അത് വേറെ വഴിയില്ല, അതല്ലെങ്കിൽ എനിക്ക് ഇതിന് വേണ്ടിയിട്ട് തെറാപ്പി ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ കൗൺസിലിങ്ങോ സപ്പോർട്ടോ നൽകാൻ കഴിയില്ല, കാര്യങ്ങൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എനിക്കറിയണം. അപ്പോൾ പുള്ളി വീണ്ടും പറയുന്നില്ല, മടിച്ചു നിൽക്കുകയാണ്. അപ്പം ഇതിനിടയിൽ എൻ്റെ അവിടെ ഇത് വർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇലക്ട്രിസിറ്റി ഇല്ലാത്തതുകൊണ്ട് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ജോലിക്കാർ അവരും വിയർത്ത് കുളിച്ചിരിക്കുകയാണ്. അവരും ഇതൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രീഷ്യനെ വിളിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ ഒരു സൈഡിൽ. ഞങ്ങളകത്തിരുന്നിട്ട് ഇങ്ങനെ ചൂടെടുത്ത് അവസാനം വിയർക്കാൻ തുടങ്ങി. ഞാൻ ആളോട് പറഞ്ഞു, ആൾ ഇത്രയായിട്ട് പറയുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ആക്ച്വലി സംഭവിച്ചത്, ഇപ്പം നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, എനിക്കിപ്പോൾ വായിക്കാൻ പറ്റുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് പല കാര്യങ്ങളും രണ്ടെണ്ണമായിട്ട് കാണുന്നു, എൻ്റെ കാഴ്ച ശക്തി എനിക്ക് നഷ്ടപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുക, ആരൊക്കെയോ എന്നെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, പല തോന്നലുകൾ വരുന്നു, പെട്ടെന്ന് സങ്കടം വരുന്നു, പെട്ടെന്ന് കരച്ചിലും ബുദ്ധിമുട്ടുകളൊക്കെ വരും. ഇത്രയും കേട്ടപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി ഏതാണ് ഡ്രഗ് എന്നുള്ളത്. സിന്തറ്റിക് ഡ്രഗ് ആണ്. ഇതേപോലൊരു കേസ് പല തവണ ഇതിനു മുൻപ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. സിന്തറ്റിക് ഡ്രഗ്സിൽ ഈ MDMA എന്ന് പറയുന്ന ഡ്രഗ് ആൾ ഉപയോഗിച്ച് ആൾ ശരിക്കും അതിന് അഡിക്റ്റായി പോവുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ കുടുങ്ങി ഇരിക്കുന്നൊരവസ്ഥയാണ്. സാമ്പത്തികമായിട്ട് കാരണം ഒന്നും ജോലി ഫോക്കസ് ചെയ്യുന്നില്ല. ജോലി നഷ്ടപ്പെട്ടു, കാരണം ഇയാൾക്ക് ജോലിക്ക് പോകാൻ പേടി. ജോലി സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയുകയാണ്, ജോലി സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും എന്നെയാണ് നോക്കുന്നത്, എല്ലാവരും എന്നെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്ന തോന്നലുകൾ വരിക, ഹലൂസിനേഷൻ തോന്നലുകൾ വരിക, എന്നിട്ട് പേടി ഫീൽ ചെയ്യുക, എന്നിട്ട് നെഞ്ചിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഇതെങ്ങനെയാണ് നിങ്ങൾ ഇതിലേക്ക് എത്തിയത്, എന്താണ് സംഭവിച്ചത്, ആരാണ്, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. പുള്ളിയുടെ കൂട്ടുകെട്ടുകളെ കുറിച്ച് പറഞ്ഞു. പുള്ളിയുടെ കൂട്ടുകാർ ആണ് ഇതിൽ ഇങ്ങനെ അദ്ദേഹത്തെ ഇതിലേക്ക് എത്തിച്ചത്. ഞാൻ പറഞ്ഞു, അതിനു മുൻപ് വേറെ ഡ്രഗ്സ് വല്ലതും ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു, ഇങ്ങനെ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഞ്ചാവ് എന്ന് പറയുന്നത് പൊതുവെ സൈക്കോളജിസ്റ്റുകളുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ ഗേറ്റ് വേ ഡ്രഗ് എന്നുള്ളതാണ്. മറ്റുള്ള എല്ലാ ഡ്രഗുകളിലേക്കും ഇതൊരു കവാടമാണ്. അപ്പോൾ അങ്ങനെ അതിൽ നിന്നാണ് അതിലേക്ക് പോയത് എന്നൊക്കെ പുള്ളി പറഞ്ഞു. ചുരുക്കി പറയാൻ വർഷങ്ങളോളം ഉപയോഗിച്ചിട്ടുണ്ട്. വർഷങ്ങളോളം കണ്ടിന്യൂസ് ആയിട്ട് അടുപ്പിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, വർഷങ്ങളോളം എന്ന് വേണ്ട, മാസങ്ങളോളം അടുപ്പിച്ച് ഉപയോഗിച്ചാൽ തന്നെ ഈ സൈഡ് എഫക്ട്സുകൾ കണ്ടു തുടങ്ങും. ഉറക്കമുണ്ടാവില്ല, അതേപോലെ ഭക്ഷണം കഴിക്കാൻ ആവശ്യമില്ല, വല്ലാണ്ട് ലൈക്ക് എനർജി എപ്പോഴും ഇങ്ങനെ ഇത് കഴിക്കുമ്പോഴൊക്കെ എനർജി കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പക്ഷേ ഇതിൻ്റെ മറ്റൊരു സൈഡ് എഫക്ട്സുകൾ, ഭാവിയിൽ ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല്ല് കൊഴിഞ്ഞു പോകും, പല്ലിന് കേട് സംഭവിക്കും, എല്ലുകൾക്ക് ബലക്ഷയം ഉണ്ടാവും, അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് ഇതിലുണ്ട്. പുള്ളിക്ക് എന്തായാലും ഞാൻ മരിക്കോ എന്നുള്ള ചിന്ത കൂടെ വരുന്നുണ്ട്. ഫൈനലി എന്നോട് പറഞ്ഞതാണ്, മരിക്കോ എന്നുള്ള ചിന്ത കൂടെ വല്ലാണ്ട് വരുന്നുണ്ട്. ആള് മാരീഡ് ആയിരുന്നു. ആളുടെ റിലേഷൻഷിപ്പിൽ ആൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കുന്നു, വൈഫിനെ അടിക്കുന്നു, അയാൾക്ക് സെൽഫ് കൺട്രോൾ കിട്ടുന്നില്ല, ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥ. അപ്പോൾ ആൾക്ക് എപ്പോഴും എന്തെങ്കിലും ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോയിട്ട് ഉപയോഗിക്കുന്ന അവസ്ഥ, ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരവസ്ഥ.
ഇയാള് അപ്പം കുറച്ച് കഴിഞ്ഞേരെ കറണ്ടൊക്കെ വന്നു, ഇതൊക്കെ വന്നു. അപ്പോൾ ഇയാൾ ഇത്രയും പറഞ്ഞു തീർന്നപ്പോഴേക്കും ഇയാൾ ആകെ വിയർത്തിട്ടുണ്ട്. AC ഒക്കെ ഓണായി, കാര്യങ്ങളൊക്കെ സെറ്റായി. ഞങ്ങൾ തെറാപ്പി ചെയ്തു തുടങ്ങി. തെറാപ്പി ചെയ്തു തുടങ്ങി ഒരു 10-40 മിനിറ്റായി. ഇയാൾ വിയർക്കുന്നത് നിൽക്കുന്നില്ല. ഞാൻ വിചാരിച്ചത് ആദ്യം AC ഇല്ലാത്തതുകൊണ്ടാണ്. ഇയാൾ വിയർക്കുന്നത് നിൽക്കുന്നില്ല. അയാൾ കണ്ടിന്യൂസ്ലി വിയർത്തുകൊണ്ടിരിക്കുന്നു. ശരിക്കും അവിടെ ആ ഒരു തെറാപ്പി ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അഡിക്ഷൻസ് എത്രത്തോളം ഡേഞ്ചറസ് ആണ് എന്ന്. അയാള് എൻ്റെ അടുത്ത് വന്നു അന്ന്. എന്നിട്ട് നമ്മൾ തെറാപ്പി നിൽക്കുന്നില്ല. അയാൾക്ക് എന്താ പറയുക, അപ്പോഴും കരച്ചിലും സംഗതികളൊക്കെ ഉണ്ട്. അയാൾ എന്ത് ചെയ്തു, ഞാൻ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു, കാര്യങ്ങൾ തെറാപ്പിയൊക്കെ ഒന്ന് നിർത്തി വെച്ചിട്ട് റിലാക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷം 15 മിനിറ്റ് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. സെയിം കാര്യം റിപ്പീറ്റ് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് ആളോട് ഞാൻ പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യാം, എന്നിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും വരാൻ പറഞ്ഞു. ഇയാൾ വീണ്ടും വന്നു. അങ്ങനെ അയാളെ വീണ്ടും ചെയ്തു. അപ്പം ഇപ്പം നാട്ടിലാണുള്ളത്, അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഡ്രഗ്സോ കാര്യങ്ങളോ ഉപയോഗിക്കുന്നില്ല. പക്ഷെ തോന്നും, പല ആൾക്കാരൊക്കെ വിളിക്കും, അങ്ങനെ എവിടെയും കിട്ടുമെന്നൊക്കെ അന്വേഷിക്കുന്നു പറഞ്ഞു. പക്ഷെ തെറാപ്പി ചെയ്യുമ്പോൾ പിന്നെ തോന്നും തെറാപ്പി ചെയ്യാം, അല്ലെങ്കിൽ ഇടയ്ക്ക് തന്നെ വിളിക്കും, എന്നിട്ട് തെറാപ്പി ചെയ്യും. എന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പതുക്കെ 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 പുള്ളി എനിക്ക് തോന്നുന്നു ഒരു 5 പ്രാവശ്യം കണ്ടിട്ട് പുള്ളി വന്നു. ഇതിൽ നിന്ന് കംപ്ലീറ്റ്ലി റിക്കവേർഡായി. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ ഞാനാണ് എൻ്റെ ടീം മെമ്പേഴ്സിലൂടെയാണ് വന്നത്. പിന്നീടെല്ലാം ഞാൻ മാത്രമാണ് അറിഞ്ഞിരുന്നത്. അങ്ങനെ ഞങ്ങൾ പുറത്ത് നിന്ന് മീറ്റ് ചെയ്യാൻ തുടങ്ങി. ആൾ കുറച്ചുകൂടെ കംഫർട്ടബിളായി. പുറത്തുകൂടെ കൗൺസിലിംഗ് കൊടുത്ത് കാര്യങ്ങൾ കൊടുത്ത് ആളെ റീകവർ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവന്നു. അയാൾ ഈ ഇതിൻ്റെ ഇടയിൽ അയാൾ പെട്ടുപോയിരുന്ന മറ്റൊരു കാര്യം കൂടിയാണ് സോഷ്യൽ മീഡിയ അഡിക്ഷൻ. ഇയാൾക്ക് മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു ഈ ചിന്തകളിൽ നിന്ന്. സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റായി ഇതും കൂടെ വന്നപ്പോൾ എനിക്ക് തീരെ, അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്തു, തെറാപ്പി ചെയ്ത് റിക്കവർ ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും സംഗതിയിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ, ഇത്രയും ആഴത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ ഇറ്റ് വിൽ ടേക്ക് ടൈം. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു 1.5-2 മാസം എടുത്തിട്ടുണ്ട് കണ്ടിന്യൂസ് വർക്കിലൂടെ പുള്ളി ഒന്ന് തിരിച്ചു കിട്ടാൻ. പക്ഷേ അതുകൊണ്ട് പുള്ളിക്ക് മാറിയിട്ടില്ല കേട്ടോ, ഈ പറഞ്ഞ തോന്നലുകളോ സംഗതികളോ ഒന്നും പെട്ടെന്ന് മാറിയിട്ടില്ല. പുള്ളി ഒന്ന് ഓക്കെ ആയി, കോൺഫിഡൻ്റ് ആയി. പിന്നീട് ഞാൻ ഏകദേശം 1.5 വർഷത്തിന് ശേഷം എന്നെ അയാൾ പിന്നീട് കണ്ടു. ഞങ്ങൾ വിളിച്ചു, ഞങ്ങൾ സംസാരിച്ചു, ഞങ്ങൾ കണ്ടു, കോഴിക്കോട് വെച്ച് കണ്ട് ആൾ എനിക്ക് വലിയൊരു ഗിഫ്റ്റൊക്കെ തന്നു, വലിയ സന്തോഷമൊക്കെ തന്നു. ആളിപ്പോൾ ഒരു നല്ല ബിസിനസ് ചെയ്ത് അതിൽ നിന്ന് കുറേ ക്യാഷൊക്കെ ഉണ്ടാക്കി ഫാമിലിയുടെ കൂടെ ഹാപ്പി ആയിട്ട് എന്നോട് പറഞ്ഞു, ബാംഗ്ലൂർ എന്ന് പറയുന്ന ടൗണിലേക്ക് ഇനി എനിക്ക് പോകാൻ പേടിയാണ്. ഞാൻ പറഞ്ഞു, പോകാൻ പേടിക്കൊന്നും വേണ്ട, പോകണം, എവിടെയും പോകണം. പക്ഷെ ഇപ്പോൾ കാലിക്കറ്റ് സ്വസ്ഥമായിട്ട് ഫാമിലിയുടെ കൂടെ ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകുന്നു. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഞാനിവിടെ ഷെയർ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പെട്ടുപോയാൽ യു നീഡ് പ്രോപ്പർ തെറാപ്പി, യു നീഡ് സപ്പോർട്ട്, യു ഹാവ് ടു ഗോ ത്രൂ ദാറ്റ്. നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു ഡ്രൈവ് ഉണ്ടാണ്, ഇത് പ്രാക്ടീസ് ചെയ്യണം. അത് ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. ആളുടെ ഉള്ളിൽ എന്താ വെച്ചാൽ ആൾക്ക് വേറെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഹി ഡസൻറ്റ് ഹാവ് എനി അതർ ഓപ്ഷൻ. ഞാൻ പറയുന്നതെല്ലാം പ്രാക്ടീസ് ചെയ്യാതെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ഹി ഡിഡ് എക്സാക്ട്ലി ദാറ്റ്. തെറാപ്പി, EFT തെറാപ്പി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് സംഗതികൾ ചെയ്ത് അതേപോലെ മെഡിറ്റേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് അയാളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ സംഗതികൾ കറക്റ്റായിട്ട് ചെയ്ത് അയാൾ തിരിച്ചു വന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, അയാൾ എവിടെയായിരുന്നു എന്നുള്ളത്. അയാൾ നിന്നിരുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് അയാൾക്ക് സ്വപ്നത്തിൽ ഞെട്ടി ഉണരുക, നെഞ്ചിന് വേദന, മരിക്കുമോ എന്നുള്ള ഭയം, ആൾക്കാർ പലതും നമ്മൾ രണ്ടെണ്ണമായി കാണുക. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാം ഒരു കളർ കറക്റ്റായിട്ട് വിഷൻ കിട്ടാതിരിക്കുക. ഇപ്പോൾ പോലും ആൾക്ക് ചില സമയങ്ങളിൽ അയാൾ പറഞ്ഞു വെച്ചാൽ
എന്താ പറയുക, ഒരു ത്വര ഇങ്ങനെ വരും എന്ന് പറഞ്ഞു. പണ്ടത്തെ സംഗതികൾ, രസങ്ങളിലേക്ക് പോകാൻ ഒരു തോട്ടൊക്കെ വരും ചെറുതായിട്ട്, പക്ഷെ കൺട്രോൾഡ് ആണ്, ഒരു കുഴപ്പമില്ല, ആൾ ഓക്കെയാണ്. അപ്പം ലൈഫ് നഷ്ടപ്പെടുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തികളോ സംഗതികളിലേക്ക് ഒരിക്കലും പോകാതിരിക്കുക. ഒന്ന്, ഇനി ഇൻ കേസ് നമുക്കതിലേക്കൊക്കെ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയും, നമ്മൾ എന്തിനാ നമ്മൾ നമ്മളുടെ ലൈഫിന്റെ വാല്യൂ നഷ്ടപ്പെടുന്ന, അതൊരു ആപ്പ് ആവട്ടെ, അതൊരു ഡ്രഗ് ആവട്ടെ, എന്തെങ്കിലും മയക്കുമരുന്നുകളോ അതുപോലുള്ള ശീലങ്ങളാവട്ടെ, ദുശ്ശീലങ്ങളാവട്ടെ, എന്താണെങ്കിലും നമ്മുടെ ജീവിതത്തെ, നിത്യജീവിതത്തെ, നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന എന്താണെങ്കിലും അതിനോട് നോ പറയാനുള്ള തൻ്റെ ഇടം നമ്മൾ കാണിക്കുക. ചലഞ്ച് ചെയ്യുക. ചലഞ്ച് യുവർ ബ്രെയിൻ, ചലഞ്ച് യുവർ ലൈഫ്, ചലഞ്ച് യുവർ ഹാബിറ്റ്സ്, ചലഞ്ച് യുവർ തോട്ട്സ്. അതിനോട് നോ പറയാനുള്ള ഗട്സ് കാണിക്കുക, നട്ടല് കാണിക്കുക. അങ്ങനെ നമ്മൾ നട്ടല് കാണിക്കുമ്പോൾ അവിടെ നമുക്ക് എന്തുണ്ടാവും, ഒരു മാറ്റം. നമ്മളെല്ലാവരും ഈ ഒരു ജീവിതം ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിക്കാൻ അർഹിക്കുന്നവരാണ്. നമുക്ക് ആ ഒരു ബെറ്റർ ലൈഫ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണം. വി ഹാവ് ടു ക്രിയേറ്റ് ഇറ്റ്. ആൻഡ് ഹൗ ക്യാൻ വി ക്രിയേറ്റ് ദാറ്റ്? ഇറ്റ്സ് ത്രൂ കണ്ടിന്യൂസ് പ്രാക്ടീസ്. പ്രാക്ടീസിലൂടെ മാത്രം. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? ഈ ഒരു കഥ ഞാൻ ഇവിടെ ഷെയർ ചെയ്തല്ലോ. വാട്ട് വാസ് യുവർ ലേണിംഗ്? നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ എന്താ തോന്നി? ഞാൻ ഈ ഒരു അനുഭവ കഥ ഇവിടെ പറഞ്ഞപ്പോൾ ലൈക്ക് വാട്ട് ഈസ് യുവർ ലേണിംഗ്? പുള്ളിയോട് ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കഥ ഞാൻ പറയും, പക്ഷെ പേരൊന്നും പറയില്ല. പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത്. പുള്ളി പറഞ്ഞു തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, ഒരുപാട് പേര് ഇതിൽ ട്രാപ്പിലായിട്ടുണ്ട്, അവർക്കൊക്കെ ശരിക്കും വലിയൊരു അവയർനെസ് ആണ് ആകുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? കേട്ടപ്പോൾ ഭയം തോന്നിയോ, പേടി തോന്നിയോ? ലൈക്ക് വാട്ട് വാസ് യു ഫീൽ? വാട്ട് ഡിഡ് യു ലേൺ ഫ്രം ദിസ്? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്, പറഞ്ഞോളൂ. വാട്ട് വാസ് യുവർ ലേണിംഗ് ഫ്രം ദിസ്? യെസ്, ഞാൻ എന്നെ തന്നെ വെല്ലുവിളിച്ചിരിക്കുന്നു. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. റസീല മാം ജസ്റ്റ് എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, വേറെ കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. വാട്ട് ഈസ് യുവർ ലേണിംഗ്? എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്? നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? ഒന്നെന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യണം? പ്രാക്ടീസ് എന്ന് പറയുന്നത് വേറൊരാൾ വന്നിട്ട് ചെയ്തു തരില്ല. വി ഹാവ് ടു ഡു. നോബഡി ഈസ് ഗോയിങ് ടു ഡു. നമുക്ക് ഒരുപാട് സംസാരിക്കാം. ഞാൻ അതാണ്, ഞാൻ ഇതാണ്, ഞാൻ ആ ക്ലാസ് കേൾക്കുന്നുണ്ട്, ഞാൻ ഈ ക്ലാസ് കേൾക്കുന്നത് മോർണിംഗിൽ 5 മണിക്ക് എണീക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നുണ്ട്. വി ക്യാൻ ടോക്ക് ലോട്ട് ഓഫ് തിങ്സ്. ബട്ട് ടു ഫിക്സ് അവർ ലൈഫ്, ഇറ്റ് ഈസ് അവർ ബ്ലഡി റെസ്പോൺസിബിലിറ്റി. നോബഡി ഈസ് ഗോയിങ് ടു കം ആൻഡ് സേവ് യു. നമുക്കൊരു അവയർനെസ് ഉണ്ടാവണം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. യെസ്, വെരി ഗുഡ്. ശ്രമിക്കാം. നമുക്കൊരു അവയർനെസ് ഉണ്ടാവണം, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള അവയർനെസ് ഉണ്ടാവണം. അനിത മാം പറഞ്ഞു പ്രാക്ടീസ് മോർ ആൻഡ് മോർ, ഗെറ്റ് റിസൾട്ട്. ദാറ്റ് വിൽ ഗെറ്റ് റിസൾട്ട്. ഓക്കെ, പറഞ്ഞോളൂ. ബേബി പറഞ്ഞോളൂ, എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പിടിച്ച പാഠം? എന്താ കേൾക്കുന്നില്ല മാം? എന്താ പറയാ? ഹലോ, കേൾക്കുന്നുണ്ട്. എന്താ തോന്നിയത് കേട്ടിട്ട്? ഞാനും ഇപ്പൊ അതൊക്കെ ചെയ്തെന്നല്ലാണ്ട് ഒരുപാട് ഒക്കെ ഉണ്ട്, വിജയമുണ്ട്. പക്ഷെ എന്നാലും അതിനൊരു സമയം കിട്ടുന്നില്ല അല്ലേ? ഓക്കെ. മൈ ലൈഫ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. അതെ, മൈ ലൈഫ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. ഓരോന്നിനോടുമുള്ള അഡിക്ഷൻ സ്റ്റോപ്പ് ചെയ്യണം. ദാറ്റ്സ് ഓൾ. അതെന്താണെങ്കിലും ശരി. എൻ്റെ ലൈഫിൽ നമുക്കൊക്കെ എന്താ വെച്ചാൽ പല രീതിയിലുള്ള അഡിക്ഷൻസ് ആണ്. സോഷ്യൽ മീഡിയ ആണെങ്കിൽ നമ്മളെ നശിപ്പിക്കുന്ന, നമ്മുടെ ലൈഫിന് ട്രാക്ക് തെറ്റുന്ന ഏത് കാര്യമാണെങ്കിലും നോ പറയുക, ഗെറ്റ് ഔട്ട്, ടേക്ക് റെസ്പോൺസിബിലിറ്റി. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി തകരുന്ന ഒരവസ്ഥയിലേക്ക് അവനെത്തി, എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക്. ചെയ്യണമെന്നത് പക്ഷെ പറ്റുന്നില്ല. മൊബൈൽ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? പറ്റുന്ന എൻവയോൺമെന്റിലേക്ക് വരും. അതാണ് നമ്മുടെ പ്രോഗ്രാം. 2-ാം തീയതി നടക്കുന്നുണ്ട്, ആ പ്രോഗ്രാമിലേക്ക് വരും കേട്ടോ. കം ടു ദ പ്രോഗ്രാം. EFT പ്രോഗ്രാമിലേക്ക് വരിക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് കിട്ടും. അതായത് അതിൽ നിന്ന് പഠിച്ച മറ്റൊരു കാര്യം എന്താണ്? അവൻ പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്തു എന്നുള്ളതാണ്. ഈ കഥയിൽ നിന്ന് പഠിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ അവന് മനസ്സിലായത് അവൻ സ്വയം ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് ഹി ഗോട്ട് സോ വീക്ക്, സോ അഡിക്റ്റഡ്. അത്രയും അഡിക്റ്റ് ആയി പോയി, അവനത് സ്വയം ചെയ്യാൻ കഴിയുന്നില്ല. സോ സംടൈംസ് വി നീഡ് എ സപ്പോർട്ട്. മനസ്സിലുണ്ടോ? കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ള സംഗതി. നമ്മളിലേക്ക് കൺസിസ്റ്റൻസിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? എത്തണം. അതെങ്ങനെ എത്തുക? നമ്മൾ കോഴ്സ് എടുക്കുക, കാര്യങ്ങൾ ചെയ്യുക. ചില അഡിക്ഷൻസ് എത്തിച്ചേരാൻ എളുപ്പമാവും, തിരിച്ച് പോക്ക് ചിലപ്പോൾ പ്രയാസമാവും. അതെ,
ചില അഡിക്ഷൻസ് ഭയങ്കര പ്രയാസമായിരിക്കും. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കിയുള്ള കാര്യം. പക്ഷെ ആ ടൈം എടുക്കും. ഇറ്റ് മേ ടേക്ക് ടൈം. പ്രത്യേകിച്ച് ഡ്രഗ്സ് ആണ് ഏറ്റവും ബുദ്ധിമുട്ട് വരിക. ഡ്രഗ്സ്, സിഗരറ്റ്, ഇങ്ങനെയുള്ള സംഗതികൾ. പക്ഷെ അതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് അവർ ഡിസിഷൻ. നമ്മൾ എടുക്കുന്ന ഡിസിഷന് പുറത്താണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസ് എത്തരത്തിലുള്ളതാണ്, നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ, ഇതിൽ നിന്ന് പഠിച്ച മറ്റൊരു പാഠം എന്താണ്? കൂട്ടുകെട്ട്. ഡോണ്ട് like if you spend time with the chicken, you will become a chicken. നിങ്ങൾ കുറച്ച് കോഴികളുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു കോഴിയാവും. ഓക്കെ? അത് പെടക്കോഴിയാണെങ്കിലും ശരി, പൂവൻകോഴിയാണെങ്കിലും ശരി, നിങ്ങളതായി തീരും. ഓക്കെ? നിങ്ങള് സിംഹത്തിന്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ സിംഹം മറ്റൊരു സിംഹമായി മാറും. നിങ്ങളുടെ കൂട്ടുകെട്ട് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. നോ ഡൗട്ട് about it. നോ ഡൗട്ട് about it. നിങ്ങൾ ആരുടെ കൂടെയാണ് നടക്കുന്നത്? നിങ്ങൾ 5 മില്യണിയർ സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ 6ാമത്തെ മില്യണിയർ ആവും, ഒരു സംശയമില്ല. സമ്പന്നനായിട്ടുള്ള 5 സുഹൃത്തുക്കൾ, നിങ്ങൾ പാവപ്പെട്ട, അല്ലെങ്കിൽ എന്താ പറയുക, 5 പാവപ്പെട്ട സുഹൃത്തുക്കളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ 6ാമത്തെ പാവപ്പെട്ടവനാണ്, ഒരു സംശയമില്ല. അതായി തീരും. whom you are spending time. സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന, അഡിക്ഷനുള്ള ആൾക്കാരുടെ കൂടെ സർക്കിളിലാണ് നിങ്ങൾ പോകുന്നത്. യു ബിക്കം ദാറ്റ്. പർപ്പസ് ഇല്ലാത്ത, ഗോൾ ഇല്ലാത്ത ആൾക്കാരുടെ കൂടെ. ഇയാൾക്ക് എന്താ സംഭവിച്ചത്? ഇയാളുടെ കഥയിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്? ആളുടെ സൗഹൃദ വലയം ലൂസേഴ്സ് ആയിരുന്നു. ചില നാട്ടിലൊക്കെ കാണാം അങ്ങനെ ലൂസേഴ്സ് കുറെ ഉണ്ട്. പ്രത്യേകിച്ച് പർപ്പസ് ഇല്ല, പ്ലാൻ ഇല്ല, ഗോൾസ് ഇല്ല, ആഗ്രഹങ്ങളില്ല, പദ്ധതികളില്ല, അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നില്ല. കൂട്ടുകെട്ടും എൻവയോൺമെന്റും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. എവറിത്തിങ് ഈസ് ലൈക്ക് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. സോ ദോസ് കൈൻഡ് ഓഫ് പീപ്പിൾ വിൽ ബി ലൈക്ക് ലൂസ് എവറിത്തിങ്. അപ്പൊ കൂട്ടുകെട്ടുകളാണ് നിങ്ങളുടെ കൂട്ടുകെട്ട്. റോങ് ആയിട്ടുള്ള കൂട്ടുകെട്ട്, ഫ്രണ്ട്ഷിപ്പ്, കട്ട് ചെയ്യേണ്ട ഫ്രണ്ട്ഷിപ്പ് ഏതാണെന്ന് നോക്ക്, ലിസ്റ്റ് ഉണ്ടാക്കുക. കട്ട് ചെയ്യേണ്ട ആപ്പുകൾ എന്താണ്, കട്ട് ചെയ്യേണ്ട ഫ്രണ്ട്ഷിപ്പ് എന്താണ്. ഗോസിപ്പ് പറയുന്ന, ചുമ്മാ ടൈം വേസ്റ്റ് ആക്കുന്ന, ലൂസ് ടോക്സ് നടത്തുന്ന, ചെറിയ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കളിയാക്കുന്ന, പരിഹസിക്കുന്ന, അതിന് സപ്പോർട്ട് ചെയ്യാത്ത, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചലഞ്ച് ചെയ്യാത്ത സൗഹൃദങ്ങൾ പാടില്ല. യു നീഡ് റൈറ്റ് ഫ്രണ്ട്ഷിപ്പ്. നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നവരായിരിക്കണം. എന്തിന്? ടു പെർഫോം ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ നിങ്ങളെ നോക്കിയിട്ട് പറയണം, വെറുതെ ഈ ചുമ്മാ ഡയലോഗ് അടിച്ച് നടക്കില്ലേ, കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. നിന്നെ ഞങ്ങൾ കുറേ ദിവസമായിട്ട് കാണുന്നതാണ്, ഡയലോഗ് അടിച്ചിങ്ങനെ നടക്കില്ല, നീ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് ചെയ്യും, ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യും എന്ന് ചലഞ്ച് ചെയ്യുന്ന സുഹൃത്തുക്കൾ വേണം. അപ്പൊ നിങ്ങളിങ്ങനെ മിണ്ടാണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ന്യായീകരണം, ഞാൻ അങ്ങനെ ചെയ്തതായിരുന്നു, ഇങ്ങനെ ചെയ്തതായിരുന്നു എന്ന് പറയുന്ന ന്യായീകരണങ്ങളുള്ള സംഗതികളിലേക്ക് പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഞാൻ അതൊക്കെ ചെയ്യാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് സംഭവിച്ചതിന്റെ കാരണം ഇതാണ്, ഞാൻ പരാജയപ്പെട്ടതിന്റെ കാരണം ഇതാണ്, ഇങ്ങനെ എക്സ്ക്യൂസുകൾ പറയുന്ന, സ്റ്റോപ്പ് ടോക്കിംഗ് ലൈക്ക് ദാറ്റ് ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ്. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, ആക്ഷൻ എടുത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവാം. യു ഹാവ് ടു ഡു ഇറ്റ്. വായിക്കാൻ പറ്റുന്നില്ല, പുസ്തകം വായിക്കാൻ പറ്റുന്നില്ല. So don't wait for the motivation. Just start. നിങ്ങൾക്കൊരു എക്സാം ഉണ്ട്, നിങ്ങൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, എനിക്ക് മോട്ടിവേഷൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമോ നിങ്ങൾ? യു ഡോണ്ട് വെയിറ്റ്, റൈറ്റ്? യു വിൽ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. സിംപ്ലി യു വിൽ ഡു ഇറ്റ്, റൈറ്റ്? കറക്റ്റായിട്ട് അങ്ങ് ചെയ്യും. ഓക്കെ അല്ലേ? ശരിയല്ലേ? നിങ്ങൾക്കതിന് മോട്ടിവേഷനോ കാര്യങ്ങളോ വേണ്ട. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ്, ഗെറ്റ് അപ്പ് ആൻഡ് ഡു ഇറ്റ്. കേട്ടോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. ഇന്നത്തെ ഒരു ദിവസത്തെ മെസ്സേജ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
എന്നൊരു മീറ്റിംഗ് ഉണ്ട്. ഐ മീൻ ഒരുപാട് മീറ്റിംഗ്സ് ഉണ്ട്, ബട്ട് ദർ ഇസ് എ ഇമ്മീഡിയറ്റ് മീറ്റിംഗ് വിച്ച് ഇസ് നീഡ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ നമ്മുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് കൊണ്ടുവരാൻ നമ്മുടെ ഈ ഹാബിറ്റ്സുകൾ നമ്മളെ സഹായിക്കട്ടെ. നല്ല തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ സാധിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും മാറാൻ പറ്റും. മാറ്റം നിങ്ങൾക്കും സാധ്യമാണ്. തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കണം കേട്ടോ. നമ്മൾക്ക് പോസിബിൾ ആണ് നല്ല മാറ്റങ്ങൾ. അഡിക്ഷൻസ് ഉണ്ടെങ്കിലും ശരി, കോൺസെൻട്രേഷൻ കിട്ടാത്തതാണെങ്കിലും ശരി, വായനാശീലമില്ലാത്തതാണെങ്കിലും ശരി, പണം ഓവറായിട്ട് ചിലവഴിക്കുന്ന സ്വഭാവമാണെങ്കിലും ശരി, എന്ത് അഡിക്ഷൻസ് ആയിക്കോട്ടെ, യു ക്യാൻ ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ് ബിക്കോസ് യു ആർ എ ഹ്യൂമൻ ബീയിങ്. മനുഷ്യരാണ് ഈ ലോകത്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നവർ. മനുഷ്യരാണ് ഈ ലോകത്ത് വലിയ ചേഞ്ച് കൊണ്ടുവന്നവർ. അവർക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. അപാരമായ കഴിവുകൾ മനുഷ്യനിലുണ്ട്, സാധ്യതകളുണ്ട്. നമ്മുടെ സാധ്യതകളിലേക്ക് നമുക്ക് നോക്കാം. നമ്മളുടെ ഉയർച്ചയിലേക്ക് നമുക്ക് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാം, ചിന്തിക്കാം, പ്ലാൻ ചെയ്യാം, എഴുതി വയ്ക്കാം, സീരിയസ് ആകാം, എന്നിട്ട് ഇറങ്ങിത്തിരിക്കാം. 1 by 1, പതിയെ പതിയെ, പയ്യെ തിന്ന പനയും തിന്നെന്ന് പറഞ്ഞ മാതിരി നിങ്ങളുടെ ലക്ഷ്യങ്ങളെല്ലാം നിങ്ങൾ ഒരു ബോർഡിൽ പിക്ചർ രൂപത്തിൽ ഒട്ടിച്ചു വെക്കുക. വിഷൻ ബോർഡ് എന്നതിന് പറയും. അതല്ലെങ്കിൽ ഒരു ബുക്കിൽ ഒട്ടിച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾ ആ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുക. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഇത് ഒട്ടിച്ചു വെക്കണം. നിങ്ങൾ ഒട്ടിച്ചു വെച്ച് നോക്ക്. എന്നിട്ട് അതെടുത്തും ബുക്കിലാണെങ്കിൽ അത് മറിച്ചു നോക്കുക, അല്ലെങ്കിൽ ബോർഡിലാണെങ്കിൽ എല്ലാ ദിവസവും അത് നിങ്ങൾ കാണുന്ന രൂപത്തിൽ വയ്ക്കുക. ആ ബോർഡ് നിങ്ങൾ ചേഞ്ച് ചെയ്യും. ആ ബോർഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ സ്വപ്നങ്ങൾ എത്തിച്ചു തരും. ആ വിഷൻ ബോർഡിന് അത്രയും പവറുണ്ട്. ഇറ്റ് വിൽ ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. ഇറ്റ് ഹാപ്പൻ ഇൻ മൈ ലൈഫ്. എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് ജനങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. വലിയ ആക്ടേഴ്സും ഹോളിവുഡിലും ബോളിവുഡിലൊക്കെ വലിയ ആക്ടേഴ്സ് അടക്കം അവരുടെ ലൈഫിൽ ഈ മിറക്കിൾസിൽ വിശ്വസിച്ചിട്ടുണ്ട്. അവരാദ്യം ചെയ്തത് എന്താ വെച്ചാൽ ദേ ബിലീവ്ഡ് ഇൻ ദംസെൽസ്. അവരുടെ മിറക്കിൾ അവരെന്ത് ചെയ്യാണ്, വിശ്വസിക്കുകയാണ് ചെയ്തത്. മനസ്സിലായോ? അത്ഭുതങ്ങളിൽ വിശ്വസിച്ചു. അവര് ആദ്യം ഇതൊക്കെ ഞാൻ അർഹിക്കുന്നുണ്ട് എന്നും കൂടെ വിശ്വസിച്ചു. നമ്മുടെ അധികം ആൾക്കാരുടെയും പ്രശ്നം ഇതാണ്, ഞാൻ ഇതൊക്കെ അർഹിക്കുന്നുണ്ടോ, ഞാൻ ഇത്രയും ഈ വലിയ ആൾക്കാരെ പോലെയൊക്കെ എനിക്കാവാൻ പറ്റുമോ? എനിക്കൊരിക്കലും ആവാൻ പറ്റില്ല. ഞാനൊരു ദോസ് കൈൻഡ് ഓഫ് ബിലീഫ്സ് ഡോണ്ട് ക്യാരി. വളരെ ലൂസേഴ്സ് ആയിട്ടുള്ള വളരെ അടിത്തട്ടിലുള്ള ആൾക്കാരുടെ ചിന്താഗതിയാണത്. നെഗറ്റീവായി ചിന്തിക്കുന്ന ചിന്താഗതിയാണ്. എനിക്ക് അങ്ങനെയൊന്നും പറ്റില്ല. അത്തരത്തിലുള്ള ചിന്താഗതികൾ വിട്ടിട്ട് ക്വാളിറ്റി തോട്ട്സ് കൊടുക്കുക. ഞാനെല്ലാം അർഹിക്കുന്നുണ്ട്. ഐ ഡിസർവ് ദിസ്. എനിക്കും അവിടേക്ക് എത്താൻ പറ്റും. ഞാൻ അവിടെ എത്തിച്ചേരും. അതിനു വേണ്ട പണികൾ ഞാൻ എടുക്കണം. ചുമ്മാ എത്തിച്ചേരില്ല. ആ പണികൾ എടുക്കാൻ എനിക്കറിയാം. അതിനുവേണ്ടി ഞാൻ പ്ലാൻ ചെയ്യും. എൻ്റെ വിദ്യാഭ്യാസം അതിനൊരു പ്രശ്നമല്ല. എൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യം അതിനൊരു പ്രശ്നമല്ല. ഞാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. ഞാൻ തീരുമാനമെടുത്ത് കഴിഞ്ഞു. ഇനിയുള്ള ജീവിതം പരമാവധി ചിട്ടയോടുകൂടി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആത്മാർത്ഥമായ സീരിയസോടുകൂടിയിട്ട് ഞാൻ ഇറങ്ങിത്തിരിച്ച് ചെയ്യുന്നതാണ്. എനിക്ക് മോട്ടിവേഷൻ്റെ ആവശ്യമില്ല. ഓരോ ദിവസത്തെയും എൻ്റെ ഉത്തരവാദിത്തങ്ങളാണ്. എനിക്ക് ആ ഒരു ലൈഫ് എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നെ അവിടേക്ക് എത്തിക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് പണിയെടുത്താൽ എനിക്ക് റിസൾട്ട് കിട്ടും. ആ പണിയെടുക്കാൻ എനിക്ക് മോട്ടിവേഷൻ വേണ്ട. ആ പണിയെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എക്സൈറ്റ്മെൻറ്റ് വേണ്ട. ആ പണിയെടുക്കാൻ എനിക്ക് വലിയ എനർജി വേണ്ട. ഐ വിൽ ജസ്റ്റ് ഗോ ആൻഡ് ഡു ഇറ്റ്. എൻ്റെ ഡെയിലി കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ ഞാനത് പോയിട്ട് ചെയ്യും. അതെൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്, എൻ്റെ ഒരു കടമയാണ്. സിമ്പിളാണ്. കൂടുതലൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. പണിയെടുത്താൽ റിസൾട്ട് കിട്ടും. ആ പണി ഞാൻ എടുക്കും. അതിന് വേണ്ടിയിട്ട് പഠിക്കണം. എനിക്കത് പ്രാക്ടീസ് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം. ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ. കീപ് ഇറ്റ് സിമ്പിൾ. ഡോണ്ട് ഓവർ തിങ്ക്. എനിക്കത് ചെയ്യാൻ പറ്റുമോ, ഞാനെങ്ങനെ ചെയ്യണം, ഞാനിതെങ്ങനെ ചെയ്യാം. യു വിൽ ഫിഗർ ഇറ്റ് ഔട്ട്. പതിയെ ആഗ്രഹം കൊടുക്ക്. അതിലേക്ക് വേണ്ടി കിട്ടുന്ന ഐഡിയാസ് വെച്ചിട്ട് ഒപ്പിച്ച് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകും കേട്ടോ. യു വിൽ റീച്ച് ദർ. അവിടെ എത്തും. അത് റൈഹാനത്ത് മാം ആണെങ്കിലും ശരി, ആമിന മാം ആണെങ്കിലും ശരി, ഉമൈവ ആണെങ്കിലും ശരി, ജമീല മാം ആണെങ്കിലും ശരി, മൈമുനത്ത് മാം ആണെങ്കിലും ശരി, റസാഖ് സാർ ആണെങ്കിലും ശരി, റിഷ ആണെങ്കിലും ശരി,
ജോസഫ് സാറാണെങ്കിലും ശരി, ജാസിലാണെങ്കിലും ശരി, ആനന്ദ് സാറാണെങ്കിലും ശരി. Believe in magic, believe in your goals, believe in your dreams. It will happen in your life. Hope, what we need. Faith, what we need. Confidence, what we need. Courage, what we need. Belief, what we need. നമുക്ക് വേണ്ടത് പ്രതീക്ഷയാണ്, നമുക്ക് വേണ്ടത് വിശ്വാസമാണ്, നമുക്ക് വേണ്ടത് ഫെയ്ത്ത് ആണ്, നമുക്ക് വേണ്ടത് അത് നടക്കും, അത് നടത്താനുള്ള ധൈര്യം നമ്മൾ കാണിക്കാനുണ്ട്. ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, അതെല്ലാം നിങ്ങൾ മറികടക്കും കേട്ടോ. എല്ലാ ഭയങ്ങളും എല്ലാ പ്രയാസങ്ങളും മറികടന്ന് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. അത് മതി, ആ പ്രതീക്ഷ മതി, അതിലിങ്ങനെ കൊണ്ടു നടക്കും കേട്ടോ. എന്നിട്ട് പതുക്കെ 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 ആക്ഷൻ എടുക്കും, കുഞ്ഞു കുഞ്ഞു ആക്ഷൻസ് എടുത്ത് അതിലേക്ക് പതിയെ പതിയെ എത്തിച്ചേരും. ദാറ്റ്സ് എനഫ്. സെൽഫ് ലവ് മറക്കരുത്. ഇതിനിടയിൽ സ്വയം കുറ്റപ്പെടുത്തരുത്. ഞാൻ എന്താ ഇങ്ങനെ, എനിക്ക് കൺസിസ്റ്റൻസി ഇല്ലല്ലോ, എനിക്കൊന്നിനും കൺസിസ്റ്റൻസി ഇല്ല. സ്റ്റോപ്പ് ടോക്കിംഗ് ലൈക്ക് ദാറ്റ്. ഞാൻ എത്രയോ തവണ പറഞ്ഞത് ജസീല മാം, എത്രയോ തവണ പറഞ്ഞത്. ഡോണ്ട് ടോക്ക് ലൈക്ക് ദാറ്റ്. യു ആർ ഹേർട്ടിങ് യുവർ സെൽഫ്. യു ആർ എ ഗുഡ് സോൾ. നല്ലൊരു ആത്മാവല്ലേ. ആത്മാവിനെ എന്തിനാ ഇങ്ങനെ ദുഃഖിപ്പിക്കണേ വീണ്ടും വീണ്ടും പറഞ്ഞിട്ട്? കേട്ടോ. സോ ജസ്റ്റ് ലെറ്റ് ഗോ. നന്നായിട്ട് സ്നേഹിക്കുക സ്വയം കേട്ടോ. മടിയാണോ? എനിക്ക് മടിയുണ്ട്. ഇറ്റ്സ് ഓക്കെ, ഐ ലവ് മൈ സെൽഫ്. ഞാൻ പ്രോഗ്രാം മെഡിറ്റേഷൻ 2 ദിവസം ചെയ്തില്ല. ദാറ്റ്സ് ഓക്കെ, ഐ ലവ് മൈ സെൽഫ്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഐ ലവ് മൈ സെൽഫ്, ഐ ലവ് മൈ സെൽഫ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ പതുക്കെ ട്രാക്കിൽ കയറിക്കോളും, പതുക്കെ ട്രാക്കിൽ കയറിക്കോളും. ഓക്കെ ആയിക്കോളും, എല്ലാം ഓക്കെ ആയിക്കോളും. ഇതിനത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള വേർഡ് വേറെയില്ല. നിങ്ങളത് മറക്കുകയാണ്. ഡോണ്ട് ഫോർഗെറ്റ്. അതും നിങ്ങളുടെ ഫാൾട്ടല്ല. ദാറ്റ്സ് ഓക്കെ കേട്ടോ. ഓക്കെ, നിങ്ങളുടെ ഫാൾട്ടല്ല. ഇതൊക്കെ ട്രോമയുടെ സൈഡ് എഫക്ട്സ് ആണ്. ഒരുപാട് എനിക്ക് ചെയ്യാനുണ്ട്. ഞാനെല്ലാം പതുക്കെ പതുക്കെ ക്ലിയർ ചെയ്തോളും. പെട്ടെന്ന് എനിക്ക് റിസൾട്ട് ചിലപ്പോൾ കിട്ടില്ലായിരിക്കും. അതെൻ്റെ ട്രോമയുടെ എഫക്റ്റ് കൊണ്ട്. ദാറ്റ്സ് ഓക്കെ. പക്ഷെ ഞാൻ പണിയെടുക്കും. എവറി ഡേ ഐ വിൽ ഗെറ്റ് അപ്പ്, ഐ വിൽ ഡു ഇറ്റ്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എനർജറ്റിക് ആയിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. വളരെ ശാന്തമായിട്ട് സ്ലോ ആയിട്ട് കാര്യങ്ങൾ ചെയ്താലും മതി. ആൻഡ് ദാറ്റ്സ് ഓക്കെ. യു ഡു ഇറ്റ് റൈറ്റ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ കറക്റ്റ് അല്ലേ? ഇത് മതി. നിങ്ങൾക്ക് ചിലപ്പോൾ പ്രായമൊക്കെ കൂടുതലുള്ളത് കൊണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ അസുഖങ്ങളുള്ളത് കൊണ്ട് വളരെ സ്ലോ ആയിരിക്കും. ആൻഡ് ദാറ്റ്സ് ഓക്കെ. ട്രോമയുള്ളതും ചിലപ്പോൾ സ്ലോ ആയിരിക്കും. ദാറ്റ്സ് ഓക്കെ. ചിലപ്പോൾ ഒന്നരാടെ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ദാറ്റ്സ് ഓക്കെ. കം ബാക്ക്. തിരിച്ചു വരാം കേട്ടോ. ഒന്നും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. വി ക്യാൻ കം ബാക്ക്. ഷോ സം കമ്പാഷൻ. കരുണ കാണിക്കുക സ്വന്തത്തോട്, ദയ കാണിക്കുക. ഓക്കെ. പതിയെ 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 സ്നേഹത്തിലൂടെ. സ്നേഹമാണ് വഴി, കരുണയാണ് വഴി. നമ്മൾ നമ്മളോട് കാണിക്കുന്ന കരുണ, ആ കരുണയിലാണ് സ്ട്രെങ്ത് ഉള്ളത്, ആ കരുണയിലാണ് സമാധാനമുള്ളത്. കുറ്റപ്പെടുത്തല്ലേ, ഒറ്റപ്പെടുത്തല്ലേ. ഓക്കെ, തിരിച്ചു വാ. ആൻഡ് യു ക്യാൻ. ആൻഡ് വി ആർ വിത്ത് യു. ആൻഡ് വി ലവ് യു. ആൻഡ് യു ലവ് യു. യു ആർ സേഫ്. ഓക്കെ. ഇറ്റ്സ് ഓക്കെ മാം. ഫീൽ ദാറ്റ്. സങ്കടം വരുന്നുണ്ടെങ്കിൽ, കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ, ഫീൽ ദാറ്റ് ഇമോഷൻ, ഫീൽ ദാറ്റ് ലവ്. എന്നിട്ട് ആ ലവിലേക്ക് കണക്ട് ചെയ്യും, സ്വന്തത്തിലേക്ക് കണക്ട് ചെയ്യും കേട്ടോ. ഒന്ന് സമാധാനിപ്പിച്ച് പതുക്കെ പതുക്കെ കുറേശ്ശെ കുറേശ്ശെ ചെയ്ത് ഞാൻ റെഡിയായി റൈറ്റ് ട്രാക്കിൽ വരും. കുറച്ച് മതിയെന്നേ, കുറച്ച് മതി. എന്തിനെല്ലാം നമുക്ക് വേണ്ട, എല്ലാത്തിൻ്റെ പിന്നാലെ പോകണ്ട. ഒരെണ്ണം റെഡി ആവട്ടെ. ഇപ്പൊ ഏറ്റവും എനിക്ക് അത്യാവശ്യമുള്ളത് അത് ഏതാ? മെഡിറ്റേഷൻ ആണോ? അത് ഒരെണ്ണം. അത് ദാറ്റ്സ് നൗ. കുറച്ച് മതി, ഒന്ന് മതി. പിന്നെ ഒന്നും കൂടെ കുറേ കഴിഞ്ഞ് പോകുമ്പോൾ ഒന്നുകൂടെ ആഡ് ചെയ്യാം. ഇപ്പൊ ടാപ്പിങ് മാത്രം മതി, അല്ലെങ്കിൽ മെഡിറ്റേഷൻ. ദാറ്റ്സ് നൗ. അങ്ങനെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടെ ഒപ്പിച്ചാണെങ്കിലും മതി. ആത്മാർത്ഥതയില്ലേ പരിപൂർണത എന്ന് പറയുന്നത്
ആ പ്രവൃത്തിയുടെ ഭയങ്കര സംഭവപരമായിട്ട് അടിപൊളിയായിട്ട് ചെയ്യുന്നതിലല്ല പരിപൂർണത. ആ ചെയ്യുന്നതിലുള്ള ആത്മാർത്ഥതയിലാണ്. ഇത് ചെറുതാണെങ്കിലും ശരി, ചെയ്യുമ്പോഴുള്ള സന്തോഷത്തിലാണ്, ചെയ്യുമ്പോഴുള്ള സ്നേഹത്തോടെ ചെയ്യുമ്പോഴാണ്. അതാണ് പരിപൂർണത. പരിപൂർണത അതാണ്. അതാണ് വിജയം. കുറച്ചാണെങ്കിലും ചെറുതാണെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ കാണിക്കുന്ന ഒരു ശ്രമമില്ലേ, ഒരാഗ്രഹമില്ലേ, അതിൽ വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നു. ഫ്രം ദർ യു സ്റ്റാർട്ട്. അതാണ് നിങ്ങളുടെ പരിപൂർണത. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന അവസ്ഥ, മാമിന് മാത്രമല്ല എല്ലാവർക്കും, ആ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും നിങ്ങളുടെ പരിപൂർണത അതാണ്. നിങ്ങളുടെ വിജയം അതാണ്. നിങ്ങളുടെ പുരോഗതി അതാണ്. നിങ്ങളുടെ ഇംപ്രൂവ്മെൻ്റ് അതാണ്. നിങ്ങളുടെ വളർച്ച അതാണ്. നിങ്ങളുടെ ഉയർച്ച അതാണ്. നിങ്ങളുടെ ഗ്രോത്ത് അതാണ്. പ്രോഗ്രസ് അതാണ്. സോ പ്രോഗ്രസ് ഈസ് ദാറ്റ്സ് നോ. Keep on going, keep on going, keep on going. And that will improve. That will improve slowly. കേട്ടോ? ഇപ്പോൾ worried ആവരുത്. Always understand where you are. Be blessed. Feel blessed. ഇവിടെ എത്തിയില്ലേ, ഇത്രയും എത്തിയില്ലേ, ഇത്രയും പഠിച്ചില്ലേ, ഇത്രയും അറിവില്ലേ, ഇത്രയും അണ്ടർസ്റ്റാൻഡിങ് ഇല്ലേ, ആ ഒരു സാർ നമസ്കാരം. കേട്ടോ, ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. പറഞ്ഞോളൂ ആനന്ദ് സർ. സാർ ഞാന് വർക്ക്ഷോപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മണ്ണാർക്കാട് സ്റ്റേഷൻ, അതുകൊണ്ട് പല ക്ലാസ്സുകളും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് സാർ. മോട്ടിവേഷനെയും കൊണ്ട് ഒരിക്കലും അപ്പോഴത്തെ ആ ഒരു ഊർജം കിട്ടുന്നല്ലാതെ നമുക്ക് തീർച്ചയായിട്ടും നിരന്തരമായിട്ട് നമ്മളുടെ ബ്രെയിനിൽ എഫക്ട് ചെയ്യണമെങ്കിൽ ഈ EFT കോഴ്സ് തന്നെ ചെയ്യണം. എന്താ വെച്ചാൽ അത് ചെയ്തതിന് ശേഷം എനിക്ക് വന്ന മാറ്റാണ് ഞാൻ പറയണത് സാർ. എന്റെ കുടുംബത്തിൽ തന്നെ ഇപ്പോ ദിവസേന നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷൻ എഴുതുന്നുണ്ട്, അതേപോലെ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നുണ്ട്. മറ്റേ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഇതൊന്നും ഫോളോ അപ്പ് ചെയ്തു തരുന്നില്ല. ആ ക്ലാസ് കഴിയും നമ്മൾ കഴിഞ്ഞു. ആനന്ദ് സാർ കട്ടായി തോന്നുന്നു. ആനന്ദ് സാർ എന്താ കട്ടായി, റേഞ്ച് പോയെന്ന് തോന്നുന്നു. കേൾക്കുന്നില്ല ആനന്ദ് സാർ. ഞാൻ ആ ഒരു മെന്റാലിറ്റി പോലെയാണ് അവരെന്നെ എടുത്തുന്നത്. അപ്പൊ ഞാൻ ഇത് എഴുതണ കാരണം ഈ ഗ്രാറ്റിറ്റ്യൂഡ് എനിക്കെല്ലാം ഒരുക്കി തരുന്ന എൻ്റെ ഭാര്യയ്ക്ക് നന്ദി എഴുതണത് അത് ആനന്ദ് സാർ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല കേട്ടോ, നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല. ഓക്കെ, ഞാൻ നിങ്ങളെ മ്യൂട്ട് ചെയ്യാണ്, കാരണം നിങ്ങൾക്ക് റേഞ്ച് ഇല്ല തോന്നുന്നു. നെറ്റ്വർക്ക് ഇല്ല. ഞാനിപ്പോൾ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നില്ല. ഓക്കെ, ആനന്ദ് സാർ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് അവിടെ റേഞ്ച് ഇല്ല കേട്ടോ. റേഞ്ചുള്ള ഭാഗത്തേക്ക് നിന്നിട്ട് നിങ്ങൾ സംസാരിക്കും. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അപ്പോൾ ഞാൻ നിങ്ങളെ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് റേഞ്ച് ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, ആനന്ദ് സാർ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തതിനെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ കോഴ്സ്. ആരെങ്കിലും കോഴ്സ് ചെയ്യാത്തതുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കോഴ്സിലേക്ക് വരാൻ പറയുക. ഞാൻ ഇന്ന് പറഞ്ഞ മെസ്സേജ് നമ്മുടെ കോഴ്സിൽ കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലൈക്ക് വി ഗോ ത്രൂ ലൈക്ക് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ മോട്ടിവേഷൻ അല്ല നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു ഹോപ്പാണ്, സ്നേഹമാണ്. അതാണ് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഉള്ളിൽ നിന്നുള്ള കരുത്ത്. ആ കരുത്ത് ലഭിക്കുന്ന സ്നേഹത്തിലൂടെ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ആനന്ദ് സാർ അത് ഷെയർ ചെയ്യായിരുന്നു. ഇപ്പോൾ റേഞ്ച് വന്നിട്ടുണ്ടോ? പറഞ്ഞോളൂ. റേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ ആണെങ്കിൽ. അതാണ് സാർ. അപ്പൊ EFTയിൽ നമ്മൾ ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്യണത് കൊണ്ടും ഇത് കാണുന്ന കൊണ്ടും എന്നെ സ്നേഹം ഉണ്ടല്ലേ നിങ്ങൾക്ക് ഇന്നലെ മനസ്സ് തുറന്നിട്ട് സംസാരിച്ചു. അപ്പൊ മുപ്പത്തിരമ്മയുടെ വിഷമങ്ങള് പരിഗണിക്കില്ല എന്നുള്ള വിഷമങ്ങളൊക്കെ മുപ്പത്തിരമ്മയ്ക്ക് പോയി. പക്ഷെ നമുക്കത് പറയാനുള്ള സാഹചര്യം കിട്ടില്ല. പക്ഷെ ഈ എഴുതി വെച്ചിട്ട് നമ്മൾ നമ്മളുടെ പണിക്ക് പോകുമ്പോൾ അവരത് എടുത്ത് വായിച്ചു നോക്കുന്നുണ്ട്. അപ്പൊ എന്നെ പരിഗണിക്കുന്നുണ്ട്, എനിക്കൊരു സ്ഥാനം ഉണ്ട് എന്നുള്ളത് മുപ്പത്തിരയ്ക്ക് മനസ്സിലായി.
അപ്പൊ ആ, ഈ ഇല്ല, ഞങ്ങൾ ഈ കഥ EFT കേട്ടില്ല. ഞങ്ങൾ ഈ കഥ കേട്ടിട്ടില്ല. പറ, എന്താണ് സംഭവിച്ചത്? നമ്മൾ പല ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് സാർ, മോട്ടിവേഷൻ ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അത് ഉം. താൽക്കാലികം മാത്രമാണ്. അത് നമ്മളുടെ ഓക്കെ. മെമ്മറിയിൽ ഫുൾ ആയിട്ട് സ്റ്റോർ ആവുന്നില്ല. ഉം. ഈ EFT കോഴ്സിൽ വന്നതിന് ശേഷം അത് നമ്മൾ നിരന്തരം അതിനെ ഫോളോ അപ്പ് ചെയ്യണത് കൊണ്ടും ഡെയിലി നമ്മൾ എഴുതുന്നത് കൊണ്ടും അത് നമ്മളുടെ മെമ്മറിയിൽ കയറുന്നുണ്ട് സാർ. അവിടെ ഓ. ഇനി അത് ആ മെമ്മറിയിൽ നിന്ന് അത് പോവില്ല. അവിടെ സ്റ്റോർ ആയി കഴിഞ്ഞു. ഇനി നമ്മളെ ജീവൻ ഉള്ളിടത്തോളം കാലം അത് അവിടെ ഉണ്ടാവും. ഉം. അപ്പൊ ഈ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷനും എഴുതുന്നത് കൊണ്ട് ഉം. വേറെ ഒരു കോഴ്സിൽ പോയാലും അത് ഇന്നേ വരെ നമുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അത് നമ്മളെ ഫോളോ അപ്പ് ചെയ്യാനോ ആരുമില്ല. നിങ്ങൾ ചെയ്യണില്ലേ? ഇതിപ്പോ നമ്മൾ ഈ മെന്റർ സപ്പോർട്ട് അത് ചെയ്യണ്ടോ ഇല്ലയോ നോക്കുന്നുണ്ട്. ഇല്ലാച്ചാ ഉം. ചെയ്യാൻ പറയുന്നുണ്ട്. ഉം. സ്നേഹത്തോടു കൂടി അവർ അത് ചെയ്യണം. അത് ചെയ്താല് അതിന്റെ ഗുണങ്ങൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഉം. അപ്പൊ അത് നമ്മൾ ചെയ്തത് കൊണ്ട്, ഇത് ഉം. എഴുതിയത് കൊണ്ടും നമ്മള് ഇവിടെ തൊടിയിൽ പണിയെടുക്കണ ആ നേരത്താണെങ്കിലും മൂപ്പത്തിയരമ്മ അത് എടുത്ത് വായിച്ചു നോക്കുന്നുണ്ട് ഞാൻ എഴുതണത്. അപ്പൊ ഉം. അതിൽ നമ്മള് ഓരോരുത്തർക്കും നന്ദി അറിയിച്ച് എഴുതുന്നുണ്ടല്ലോ. ഇപ്പൊ ഉം. നല്ല മക്കളെ തന്നതിന് നന്ദി, നല്ല ഭാര്യയെ തന്നതിന് നന്ദി, നല്ല മാതാപിതാക്കളെ തന്നതിന് നന്ദി, നല്ല ജോലി ചെയ്യാനുള്ള ആരോഗ്യം തന്നതിന് നന്ദി, ഉം. എല്ലാറ്റിനും ഇത്രയൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലേ എന്നൊക്കെ ഉം. പറഞ്ഞിട്ട് ഇപ്പൊ മൂപ്പത്തിയരമ്മയ്ക്ക് ഭയങ്കര ഹാപ്പി. മറ്റേത് എപ്പോഴും പറയും, ഏത് നേരവും നിങ്ങൾ തൊടിയില് അല്ലെങ്കിൽ വർക്ക്ഷോപ്പില് അല്ലെങ്കിൽ അവിടെ അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ സംഘടന, ആകെ ഏ, ബുദ്ധിമുട്ടായി. ഇപ്പൊ എന്റെ സ്നേഹിക്കുന്നുണ്ട്, എനിക്കൊരു ഇടം തന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയപ്പോ ഏ, കുടുംബത്തിൽ ആ ഒരു വിഷയമില്ല. അപ്പൊ EFT വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ രക്ഷപ്പെടും. ഏതൊരു വ്യക്തിയും എത്ര ബുദ്ധിമുട്ടുള്ള ആളും അതിൽ രക്ഷപ്പെടും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് സാർ. ഓക്കെ, വെരി ഗുഡ്. ഐ എം റിയലി ഹാപ്പി താങ്ക് ഫോർ യു യു. സാർ. താങ്ക് യു സോ മച്ച് ആനന്ദ് സർ ഫോർ ഷെയറിങ് യുവർ സ്റ്റോറി. കാരണം ലൈക്ക് സ്വന്തം ഫാമിലി ലൈഫിലെ പൊതുപ്രവർത്തനമുണ്ട്, അതേപോലെ തന്നെ രാവിലെ പറഞ്ഞതുപോലെ തൊടിയിലുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാണ്, ഇങ്ങനെയൊക്കെയാണെങ്കിലും വൈഫിന് വേണ്ടിയിട്ടും ഒരു ദിവസം മക്കൾക്ക് വേണ്ടിയിട്ടും 1 മണിക്കൂർ 1.5 മണിക്കൂർ മിനിമം ചെലവഴിക്കണം. ഓക്കെ സാർ, അതില്ലാതെ താങ്ക് യു. ബുക്കിൽ മാത്രം എഴുതി വെച്ചാൽ പോരാ കേട്ടോ, അത് ചെലവഴിക്കണം മനഃപൂർവ്വം കേട്ടോ, കണ്ടെത്തണം. ഫാമിലി ഇല്ലാതെ താങ്ക് യു സാർ. വേറെ ലൈഫ് അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനത്തെ ഒരു എന്താ പറയുക ലൈഫ് എത്ര നമ്മൾ പുറത്ത് ചെയ്തിട്ടും കാര്യമില്ല കേട്ടോ. നമുക്കത് നമ്മളുടെ ഫാമിലി നമുക്ക് എന്നും എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ആൾക്കാരാണ് അവർ. നമ്മളെ ശരിക്കും സ്നേഹിക്കുന്ന നമ്മളെ നമുക്ക് ഇവരൊക്കെ നമുക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന പൊതുവെ പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, കാലാകാലം നമുക്കൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാലൊക്കെ നമ്മൾ കിടപ്പിലാവുകയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരിക, അപ്പോഴൊക്കെ നമ്മളെ ശരിക്കും സ്നേഹിച്ച് നമ്മളുടെ കൂടെ നിന്ന് നമുക്ക് ഇപ്പോഴും നമ്മുടെ എല്ലാ നമുക്ക് ട്രോമ ഉണ്ടായിരുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ ട്രോമ ഉള്ള സമയത്തൊക്കെ ഇപ്പോഴല്ലേ നമ്മൾ നന്നായത്. നമ്മുടെ എല്ലാ എന്താ പറയുക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചിട്ടുള്ള സഹിച്ചു നിന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം അവരെ ശരിക്കും വിലമതിക്കുക. അവർക്ക് നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സാധനം, ഒരു മനുഷ്യന്റെ ഏറ്റവും വിലപ്പെട്ട സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ഒരു കഥ പറയണം. ഇത്രയൊരു കഥയല്ല, ഒരു സിനാരിയോ പറയണം. അതായത് ഒരാളെ തോക്ക് ചൂണ്ടിയിട്ട് അയാളോട് അയാളുടെ ഏറ്റവും തോക്ക് ചൂണ്ടിയിട്ട് അയാളെ ഇപ്പൊ കൊല്ലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് ഇനിയും ജീവിക്കണം എന്നുള്ളതാണ്. അതായത് എനിക്ക് ഇനിയും ജീവിക്കാൻ കൂടുതൽ സമയം വേണം. ഒരു മനുഷ്യന്റെ വേറെ ഒന്നും വേണ്ട, നിങ്ങൾ എല്ലാം എടുത്തോ, എന്നെ കൊല്ലരുത് എന്നാ പറയാം. തോക്ക് ചൂണ്ടിയിട്ട് പണം ചോദിച്ചാൽ എന്ത് വേണമെങ്കിലും എൻ്റെ ഉള്ളൊക്കെ എടുത്തോ, പക്ഷെ എന്നെ കൊല്ലരുത് എന്ന് പറയും. എൻ്റെ വണ്ടി വേണമെങ്കിൽ എടുത്തോ ഒക്കെ പറയും. അപ്പം അയാൾക്ക് വേണ്ടത്, മനുഷ്യന് വേണ്ടത് സമയമാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് സമയമാണ്. ഈ സമയം നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സമയം അയാൾക്ക് കൊടുക്കണം. കാരണം ഈ സമയമാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കുക. പൊതുപ്രവർത്തനം, ജോലി, തൊടി, പറമ്പ്, വാഴ, ഇതിനൊക്കെ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ വീട്ടിലുള്ളവർക്ക് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഒരു വാഴയായി മാറും. ഓക്കെ, അപ്പോൾ നമുക്കത് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, അവരുടെ ടൈം കൊടുത്തേ പറ്റും. യു ഹാവ് ടു ഗിവ് മിനിമം 1 hour ആൻഡ് ടേക്ക് ദം ഔട്ട്. ഇടയ്ക്ക് പുറത്ത് കൊണ്ടുപോകണം, ഷോപ്പിംഗ് ചെയ്യണം, അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുക്കണം. അവരെ ശരിക്കും എന്താ വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഒരു ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു കൊടുക്കുക. ഇടയ്ക്ക് ഗിഫ്റ്റുകൾ കൊടുക്കണം. ഇഷ്ടമുള്ള മധുരമുള്ള ഫുഡുകൾ കഴിക്കാൻ കൊണ്ടുപോകണം. ഈവനിങ് ഇപ്പം കേരളത്തിലൊക്കെ ഇപ്പോൾ ഈവനിങ് നൈറ്റ് ലൈഫ് ഭയങ്കര ആക്റ്റീവാണ്, കൊണ്ടുപോകണം. ഞാൻ ഇന്നലെ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു, കാലിക്കറ്റ്. ചുമ്മാ
രസമായിട്ട് പോയിട്ടുണ്ട്. കാലിക്കറ്റ് ടൗണിൽ ഇങ്ങനെ പോയപ്പോൾ. അപ്പോൾ അവിടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി പുലർച്ചെ 1 മണിക്കാണ് ഞാൻ ഇവിടേക്ക് എത്തുന്നത്. അപ്പോൾ അവിടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഫുൾ ആൾക്കാർ ലൈവായിട്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഫാമിലി. അങ്ങനെ കൊണ്ടുപോകണം. ഫാമിലിയൊക്കെ ഇനി സന്തോഷിച്ച് ജീവിക്കണം. അടിയും പിടിയും മറ്റും വഴക്കും മറിച്ചും മാത്രമായിട്ട് ജീവിക്കരുത്. എൻജോയ് യുവർ ലൈഫ്, സ്പെൻഡ് സം മണി, പണം ചെലവഴിക്കുക, ലൈഫ് എൻജോയ്. അതിനൊക്കെയാണ് ലൈഫ്. പണ്ടത്തെ പോലെയല്ല. പണ്ട് ഒരു വീടുണ്ടാക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, സ്കൂളിൽ പഠിപ്പിക്കുക, ഇതിനു വേണ്ടിയിട്ട് മാത്രമായിരുന്നു പൈസ ചെലവാക്കിയിരുന്നത്. അങ്ങനെയല്ല. ഇപ്പം ലൈഫ് എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഈ കത്തരത്തിലുള്ള കാര്യങ്ങളും കൂടിയാണ്. അല്ലെങ്കിൽ ലൈഫിൽ എന്തിനു പിന്നെ വെറുതെ എന്തിനു ജീവിക്കണം? അപ്പോൾ ഒരാളും നമ്മളുടെ കൂടെ അങ്ങനെ ജീവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പറയുന്ന കംപ്ലീറ്റ്ലി നമ്മൾ വരുമാനം ഉണ്ടാക്കിയിട്ട് അവർക്ക് വേണ്ടിയിട്ടൊന്നും ചെലവഴിക്കുന്നില്ലെങ്കിൽ ദാറ്റ്സ് നോട്ട് എ ലൈഫ്. എവറിബഡി ഡിസേർവ് എ ബെറ്റർ ലൈഫ്, എൻജോയിങ് ലൈഫ്. അപ്പോൾ അതെല്ലാവർക്കും സാധിക്കട്ടെ. യാത്രകൾ പോകണം കേട്ടോ. സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര പോകുക. ഇടയ്ക്ക് കുറച്ച് ഇപ്പോൾ ഈ കോഴ്സിന് ചിലവാക്കിയ പോലെ തന്നെ കുറച്ച് ക്യാഷ് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യണം? ഒരു 2000, 3000 അല്ലെങ്കിൽ 5000 രൂപയൊക്കെ മാറ്റി വെച്ചിട്ട് ഇടയ്ക്ക് റിസോർട്ടിൽ കൊണ്ടുപോകാം. എന്നിട്ട് ഒരു സെക്കൻഡ് ഹണിമൂണൊക്കെ ആഘോഷിക്കണം വൈഫിനെയും കൂട്ടിയിട്ട്. മക്കൾക്ക് വേറെ പോകാൻ, ട്രിപ്പ് പോകാൻ പൈസ വേറെ കൊടുക്കാം. ഒക്കെ ചെയ്യണം. എല്ലാം നടക്കും. എല്ലാം നമ്മൾ ഉദ്ദേശിച്ച് നടക്കും. നമ്മളുടെ അസെറ്റ് എന്ന് പറയുന്ന അവരാണ്. അതാണ് നമ്മുടെ ലോകം. അത് നമുക്ക് സാധിക്കട്ടെ, ബ്യൂട്ടിഫുൾ ആക്കാൻ. എല്ലാവർക്കും അതിന് വേണ്ടിയിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കട്ടെ. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. നമുക്ക് നാളെ കാണാം. സീ യു ടുമോറോ.